ഇത്രയും നാളും ഇസ്രയേല് അവരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂടുതലും സമീപിച്ചിരുന്നത് അല്ലെങ്കിൽ ആശ്രയിച്ചിരുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ അവർ കൂടുതൽ ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് കരുതിക്കൊണ്ടിരുന്നത് വെച്ചത് യൂറോപ്യൻ കൺട്രീസ് ആണ്. പക്ഷേ ഇന്നലെ i24 എന്ന് പറഞ്ഞൊരു ചാനലിൽ അവർ കൊടുത്ത അവർ ചർച്ചയിൽ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത്, അതായത് അവർ ആ ട്രസ്റ്റഡ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ യൂറോപ്യൻ കൺട്രീസിന് മാറി ഇന്ത്യയിലേക്ക് അവർ ആശ്രയിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് വേണ്ട ആയുധങ്ങൾ തരാനായിട്ട് റെഡിയാണ്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ചർച്ചയിൽ പറഞ്ഞത്. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ശരിയാണ്. ഇന്നലെ i24 എന്ന ഇസ്രായേൽ ചാനലിൽ നടന്ന ഒരു ചർച്ച ഇപ്പോൾ ലോകമെമ്പാടും ശ്രദ്ധിക്കുകയും ചില കാരണങ്ങളാൽ അത് ഒരു പരിധിവരെ വിവാദമാവുകയും ചെയ്തു. ഈ i24 ചാനലിന്റെ ആങ്കറായ ഷാരോൺ ഗാളിനോട് ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അതായത് ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം, ഇസ്രായേലും അമേരിക്കയും ഒരു ഭാഗത്തുണ്ട്. അപ്പം ആ യുദ്ധം അധിക നാൾ നീണ്ടു നിന്നാൽ ഇസ്രായേലിന് പടക്കോപ്പുകൾ നിർമ്മിക്കാനുള്ള പടക്കോപ്പുകളുടെ ദൗർലഭ്യം ഉണ്ടാകുമല്ലോ. അത് മറികടക്കാൻ ഇസ്രായേലിന് എന്താണ് മാർഗം എന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് ഈ യുദ്ധത്തിലെ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് എന്ന് നമ്മൾ രണ്ട് മേഖലകളുണ്ട്. അതിപ്പോൾ നമ്മുടെ തോക്കുണ്ടായാൽ മാത്രം പോരാ, ഉണ്ടയും കൂടെ വേണം. റോക്കറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ റോക്കറ്റിന് പ്രൊപ്പല്ലൻ്റ് വേണം, അതിന് വാർഹെഡ് വേണം, എങ്കിലല്ലേ സംഭവം നടക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് ആംസ് എന്ന് പറയുന്നത് തോക്ക് അല്ലെങ്കിൽ റോക്കറ്റ്, അതല്ലെങ്കിൽ പീരങ്കി. അതിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ, വെടിയുണ്ട, ഇതിനെല്ലാം പറയുന്ന അമ്മ്യൂണിഷൻ എന്നുമാണ്. ഈ അമ്മ്യൂണിഷൻ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന് വലിയൊരു പ്രൊഡക്ഷൻ ലൈൻ വേണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബുദ്ധിമുട്ട്, ചെറിയൊരു രാജ്യമാണ്, പ്രൊഡക്ഷൻ ലൈൻ ഇല്ല, പരിമിതിയുണ്ട്. അപ്പോൾ ഇതുവരെ യൂറോപ്പിനെയാണ് ആശ്രയിച്ചത്. പക്ഷെ ഇപ്പം യൂറോപ്പ് ഇസ്രായേലിനെ അത്ര എൻ്റർടൈൻ ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് ഇസ്രായേലിൽ നിന്നും തന്നെ ഉയർന്നത്. അപ്പോൾ ഷാരോൺ ഗാൾ എന്ന ആങ്കർ അതിൻ്റെ ഒരു മറുപടി കൊടുത്തു. നമ്മൾ എന്തിനു പേടിക്കണം? സുരേഷ് ഗോപി പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യ ഇങ്ങ് എടുത്തിരിക്കുകയല്ലേ, നമ്മൾ 140 കോടി ജനങ്ങളെ ഇങ്ങ് എടുത്തിരിക്കുകയല്ലേ, അവർ നമ്മളെ സഹായിക്കാനായിട്ട് അരയും തലയും മുറുക്കി അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി എന്തിനു പേടിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് വലിയൊരു വിവാദം ഇളക്കി വിട്ടു. ഒരു വിഭാഗം ആൾക്കാർ ചോദിച്ചു, അതെന്താ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ സ്വത്താണ്, അങ്ങനെ ഇന്ത്യ അങ്ങ് മൊത്തത്തിൽ അങ്ങ് എടുക്കാൻ ഇസ്രായേലിന് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഒരു ഭാഗത്ത് ചോദിച്ചു. അതൊരു ഭാഗത്തൊരു വിവാദപരമായിട്ടുള്ളൊരു ചോദ്യം. ഇനി അതിൻ്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ അത് പറയുന്നത്, ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജി പോലും ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ്. പുതിയൊരു സൈനിക സഖ്യം, പുതിയൊരു ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ ലോകത്തിന്റെ ആയുധ നിർമ്മാണ കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ ടെക്നോളജി അയൺ ഡോം എന്ന് പറയുന്ന അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അവരുടെ ഏറ്റവും വലിയ ടെക്നോളജി. അത് ലേസർ ബീം ഉൾപ്പെടെയുള്ള ആ ടെക്നോളജി പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് നൽകാൻ ഇസ്രായേൽ തയ്യാറാണ്. ഇപ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വണ്ണം ആ ഒരു വാഗ്ദാനം നൽകി. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പല ടെക്നോളജി ഇന്ത്യയുടെ കൈവശം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേലിൻ്റെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്ന് പറഞ്ഞ ഹെർമിസ് എന്ന ഡ്രോണ്, ആ ഡ്രോണ് അദാനി എൽബിറ്റ് സിസ്റ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കുക. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും അത് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ കഴിഞ്ഞ 2023 തൊട്ട് ഗാസയിൽ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഈ ഹെർമിസ് ഡ്രോൺ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു. അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് വിൽക്കുക. കാരണം എന്താണ്? അവിടെ ഫാക്ടറി ഉണ്ടാക്കാനുള്ള സ്ഥലപരിമിതിയുണ്ട്, സ്കിൽഡ് വർക്കേഴ്സിൻ്റെ പരിമിതിയുണ്ട്. ഇതൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് 4 രാജ്യങ്ങളാണ്: നെതർലാൻഡ്സ്, ബെൽജിയം, സ്പെയിൻ, ജർമ്മനി. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഇപ്പം ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങൾ ശരിക്കും
ക്രൂരമായ യുദ്ധങ്ങളാണെന്നും അത് നിരപരാധികൾക്ക് നേരെയുള്ള യുദ്ധം, അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം യൂറോപ്പിൽ ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനെതിരെ ഈ ചില രാജ്യങ്ങളിൽ ജനകീയ അഭിപ്രായമുണ്ട്. അവിടുത്തെ ചില സംഘടനകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ ബി ജെ പിയുടെ ഒരു ഉയർച്ച തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ സ്വീകാര്യത ഇന്ത്യയിൽ വർദ്ധിപ്പിച്ചിരിക്കും. പിന്നെ ഇന്ത്യ എങ്ങനെയെങ്കിലും നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കൾ ചുറ്റുമുണ്ട്. പാകിസ്ഥാനെ പോലുള്ള ശത്രുക്കൾ. ആ ശത്രുക്കളെ നേരിടണമെങ്കിൽ ഏറ്റവും അത്യന്താധുനികമായ ടെക്നോളജി വേണം. നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും ഈ പല കാര്യങ്ങളിലും ഇന്ത്യ ആദ്യമായിട്ട് ഈ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷൻ എന്നൊക്കെയുള്ള ടെക്നോളജി, അതായത് ഇപ്പോൾ ഒരു മിസൈൽ വിട്ടാൽ ആ മിസൈല് ലക്ഷ്യസ്ഥാനത്തിന്റെ അന്ന് എത്ര തെറ്റിപ്പോയാലും പരമാവധി 10 മീറ്റർ അകലെ പോകത്തുള്ളൂ. മനസ്സിലായി? അതായത് മനസ്സിലായി. അത് ഒരിക്കലും തെറ്റത്തില്ല, അത് ലക്ഷ്യം തെറ്റത്തില്ല. അതിന് ഗൈഡിങ് ഉണ്ട്. അതായത് ഈ മിസൈൽ പോകുമ്പോൾ അത് ഉപഗ്രഹത്തിൽ നിന്നും അതിനെ ഗൈഡ് ചെയ്യുക, ഉപഗ്രഹം വഴി സാറ്റലൈറ്റ് ഗൈഡിങ്. മാത്രമല്ല ഡുവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അതായത് മിസൈലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിയുടെ ഒക്കെ വീഡിയോ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വഴി തെറ്റുന്നുണ്ടോ എന്ന് കൺട്രോൾ റൂമിൽ അറിയാം, അല്ലെങ്കിൽ അത് കൺട്രോൾ സെന്ററിൽ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത് മനസ്സിലാവും. അപ്പോൾ ഈ കൺട്രോൾ സെന്ററും മിസൈലും തമ്മിൽ നിരന്തരം കമ്മ്യൂണിക്കേഷൻ. എവിടെയെങ്കിലും ഇപ്പോൾ ഒരു 0.1 മീറ്റർ തുടക്കത്തിൽ തെറ്റിയാൽ അവസാനം ചെല്ലുമ്പോൾ അത് 100 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും വീഴുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡൈനാമിക്സ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മിഡ് കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് പോകുന്ന വഴിയിൽ തെറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ശരിയായ ദിശയിലേക്ക് മിസൈലിനെ തിരിച്ചുവിടും. ഡ്യുവൽ കമ്മ്യൂണിക്കേഷൻ, മിഡ് കോഴ്സ് കറക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉള്ള ആധുനിക മിസൈലുകൾ ഇന്ത്യക്ക് ലഭിക്കാൻ തുടങ്ങി ഇസ്രായേലിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ടെക്നോളജിക്കലി എത്രയോ വർഷം വേണം നമ്മൾ സ്വയം ഇത്തരം ഒരു ടെക്നോളജി റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ അവര് ഫുൾ ടെക്നോളജി നമുക്ക് തരിക. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം. എന്തോ ചോദ്യം അമൃതദേവിന് ചോദിക്കണമെന്ന് തോന്നുന്നു. അതെ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ഇപ്പം നമുക്കിപ്പം ഇറാനിലെ യുദ്ധം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്രയേൽ ശരിക്കും അമേരിക്കയും ചേർന്നിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. അപ്പം ഈ ഇന്ത്യയെക്കാട്ടും അപ്പം അവർക്ക് അമേരിക്കയിൽ നിന്ന് ഇത് കാര്യങ്ങൾ ചെയ്യാനല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞത്. കാരണം അമേരിക്ക ഇത്രയും കൂടി ഡെവലപ്ഡ് ആണ്, അവരുടെ ടെക്നോളജി ഇതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആണ്. അപ്പം ഈ ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷൻ വരാതെ നേരെ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരാതെ നേരെ ഇന്ത്യ അവർ ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്തായിരിക്കും? അതിപ്പം ഏത് യുദ്ധമാണെങ്കിലും അതിനൊരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, എക്കോണമിയുണ്ട്. ആ യുദ്ധത്തിന്റെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ മാരകമായ ആയുധം ഉണ്ടാക്കണമെന്നാണ്. ഇപ്പം ഇന്ത്യയിൽ ഒരു മിസൈൽ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ 3 ഇരട്ടിയെങ്കിലും ചെലവ് വരും അമേരിക്കയിൽ. അവിടുത്തെ അമേരിക്കയിലെ ലോക്കൽ വർക്കേഴ്സിന് കൊടുക്കേണ്ട ശമ്പളം വ്യത്യസ്തമാണ്. അവർ കറക്റ്റ് ടൈം വെച്ച് ജോലി ചെയ്യത്തുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ നേരെ മിസൈൽ പകുതി പണിയാണെങ്കിൽ പകുതി പണി അവിടെ നിർത്തിയിട്ട് അയാൾ പോകും വീട്ടിൽ. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, അമേരിക്കയിൽ ചെന്നാലും ചിലപ്പം ഈ ഫാക്ടറി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിരിക്കും. മനസ്സിലായോ? അത് ഒരു കാര്യം. പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലെ ഇവർക്ക് ഇസ്രായേലി കമ്പനികൾക്ക് ചില പരിമിതികളുണ്ട്. കാരണം അമേരിക്ക ആഗ്രഹിക്കുന്ന എന്താണ്? അമേരിക്കൻ കമ്പനികളിൽ നിന്ന് ഇസ്രായേൽ സോഴ്സ് ചെയ്യണമെന്നായിരിക്കും. അതെ, മനസ്സിലായോ? പിന്നെ ഈ സ്കിൽഡ് വർക്കേഴ്സിന്റെ എണ്ണം വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ആ പരിമിതി അത് ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സർക്കാരിന്റെ നിലപാടുകളിലുള്ള ഇന്ന് പല അഭിപ്രായ സർവേകളൊക്കെ പറയുന്നത് ലോകത്തിൽ ഒരു ജനത എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ നടപടികൾ അത് പ്രതിഫലിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഈ പറയുന്ന 80% ഹിന്ദുക്കളിൽ ഒരു 90% ഇസ്രായേലിനോട് അനുഭാവമുള്ളവരാണ്. കാരണം തീവ്രവാദം എന്ന ഒരു വിഷയം, റാഡിക്കൽ ഇസ്ലാമിസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ അതേ വീക്ഷണഗതി പിന്തുടരുന്നവരാണ് ഇന്ത്യക്കാർ. കാരണം ഇന്ത്യ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ആക്രമണങ്ങൾ നേരിട്ട് വന്ന, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ, അങ്ങനെ 1000 കൊല്ലം മുഗൾ ഭരണത്തിൽ, വിദേശ ഭരണത്തിൽ ഇരുന്ന ഒരു രാജ്യം.
ആ രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് കിട്ടുന്ന ഒരു അംഗീകാരം, പൂർണ്ണ അംഗീകാരം, ഇവിടെ ഇസ്രായേലികൾ സുരക്ഷിതരാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ പോലും ഇല്ലാത്ത സുരക്ഷിതത്വം ഇന്ത്യയിലുണ്ട്. അവർക്ക് നിങ്ങളിപ്പോൾ ഹിമാചലിലോട്ട് ചെന്നാൽ, ഹിമാചലിൽ ഒരു അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നു, ഒരു ഗ്രാമമുണ്ട്. അവിടെ ഇസ്രായേലികളാണ് ഭൂരിപക്ഷം താമസിക്കുന്നത്. ഇസ്രായേലികൾ കട നടത്തും. ഇസ്രായേലികൾ അവിടെ വന്നിട്ട് ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിർബന്ധിതമാണ് സൈനിക സേവനം. എല്ലാവരും 2 കൊല്ലം സൈനിക സേവനം നടത്തണം. അപ്പോൾ ആദ്യം ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ ഈ 2 കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് വിദേശത്തോട്ട് പോകാൻ ഒരു പോക്കറ്റ് മണി കൊടുക്കും. ഈ പോക്കറ്റ് മണി കിട്ടുന്ന ഇസ്രായേലികൾ ആദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. കാരണം അവർക്ക് വ്യത്യസ്തമായ ജീവിതങ്ങളിലൂടെ കടന്നു പോകാം. അവരോട് സർക്കാർ ആവശ്യപ്പെടുന്നത് വെറുതെ ഒരു മഹാനഗരത്തിൽ പോയി ജീവിക്കാനല്ല, ലോകം എങ്ങനെയാണ്, വ്യത്യസ്ത കാലാവസ്ഥ, ഹിമാലയത്തിലെ തണുപ്പ്, രാജസ്ഥാനിലെ ചൂട്, ദക്ഷിണേന്ത്യയിലെ മൺസൂണ്, ഇതെല്ലാം അനുഭവിച്ചിട്ടേ അവർ പോവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പം ഇസ്രയേലിന്റെ ഈ ചർച്ചയിൽ, അതായത് I24 എന്ന ചാനലിൽ അവർ പറഞ്ഞത്, അതായത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഇസ്രയേലിന്റെ ഒപ്പമാണ്. അപ്പം പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാടുണ്ട്. അപ്പം ഇന്ത്യ ഇങ്ങനെ ഇസ്രയേലിന്റെ പക്ഷം ചേരുമ്പം അതൊരു ഇന്ത്യന്റെ ഒരു നിലപാടിന് ഒരു മാറ്റമല്ലേ ഉണ്ടാവുന്നത്? എന്ന് ചോദിച്ചാൽ കാരണം നിലപാടിൽ മാറ്റമുണ്ട്. ഇന്ത്യക്ക് കാരണം ഇന്ത്യ ഇറാന്റെയോ അല്ലെ ഇസ്രയേലിന്റെയോ ആ ഒരു പക്ഷം ചേർന്നിട്ടില്ല ഇതുവരെയായിട്ടും, അല്ലേ? അപ്പം അതിനൊരു അതെ. മാറ്റമല്ലേ ഉണ്ടാവണം. അപ്പൊ ഇന്ത്യനെ അത് എങ്ങനെ ബാധിക്കും അത്? അത് അമർദീപ് ചോദിച്ചത് ശരിയാണ്. കാരണം ഇന്ത്യ ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പ് വരെ സ്വീകരിച്ചിരുന്ന നിലപാടല്ല ഇന്ന് ഇന്ത്യയുടെ നിലപാട്. അവിടെ പക്ഷേ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഇന്ത്യയിൽ പിന്നെ സംഭവിക്കുന്നു. പക്ഷെ അവിടെ എനിക്ക് മറ്റൊരു ചോദ്യം ഉള്ളത്, ഈ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോടുള്ള നിലപാടിൽ മാറ്റം സംഭവിച്ചല്ലോ. ഇപ്പം അതെ UAE അതെ അല്ലെങ്കിൽ അതെ സൗദി അതെ അറേബ്യക്ക് പോലും ഇസ്രായേലിനോടുള്ള നിലപാടിൽ മാറ്റം സംഭവിച്ചു. അപ്പൊ ഇന്ത്യയായിട്ട് പിന്നെ അതിനെ ആ ഒരു ലോകത്തിന്റെ മാറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇന്ത്യയായിട്ടൊന്നും പറ്റില്ല. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇത് ഒരു ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള ഒരു ശത്രുത എന്നുള്ള രീതിയിലേക്കൊന്നും കാണണ്ട. കാരണം ഇന്ന് ലോകത്തെ ജിയോ പൊളിറ്റിക്സ് ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ്. ഇന്നിപ്പം ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഒരു സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. തീവ്രവാദം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറി. അത് ഗൾഫിനും വലിയ പേടിയാണ്. 2011-12 അവിടെ ഉണ്ടായ ജനാധിപത്യ പ്രക്ഷോഭം എന്ന് ഓമനപ്പേരിട്ട് വിളിച്ചത് യഥാർത്ഥത്തിൽ അവിടുത്തെ രാജഭരണത്തെ അസ്ഥിരപ്പെടുത്താനും രാജഭരണത്തെ അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് അറബ് രാജ്യങ്ങൾ പിന്നീട് തിരിച്ചറിയും. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിൽ ഇപ്പൊ ഇസ്രായേലുമായിട്ട് ചൈനയ്ക്കും ബന്ധമുണ്ട്, ഇസ്രായേലുമായിട്ട് റഷ്യക്കും ബന്ധമുണ്ട്. അപ്പം ഇന്ത്യ മാത്രം എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആദർശം പറഞ്ഞിരിക്കുന്നത്? ശരിയാണ്, പരമ്പരാഗതമായിട്ട് എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ്. പണ്ടെടുക്കുന്നത് പാലസ്തീൻ്റെയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയും സ്വയംഭരണാവകാശം അല്ലെ അവരുമായിട്ടുള്ള സൗഹൃദം, ഇതിനൊക്കെ ആയിരുന്നു ഇന്ത്യ മുൻഗണന കൊടുത്തത്. ഇന്ത്യയുടെ മുൻഗണനകൾ, പ്രയോറിറ്റീസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇന്ത്യ നോക്കുന്നത് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോഴെല്ലാം 100% ഇന്ത്യക്ക് സപ്പോർട്ടായിരുന്നു ഇസ്രായേൽ. ചിലരൊക്കെ പറയും, ഇപ്പം ഞാൻ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ചില വേദികളിലൊക്കെ ഇന്ത്യ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ 2017 ശേഷം 4 വട്ടം ഇന്ത്യക്കെതിരെ ഖമൈനി നിലപാടെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് അനുകൂലിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പക്ഷെ ഇസ്രായേൽ അതുപോലെയല്ല, ഒരു കാരണവശാലും ഇന്ത്യ എതിർക്കുക, ഇന്ത്യ എന്ത് പറഞ്ഞാലും അത് ശരി എന്നുള്ള നിലപാടാണ്. കാർഗിൽ യുദ്ധം തൊട്ട് ഇന്ത്യക്ക് വേണ്ട ടെക്നോളജി മുഴുവൻ നൽകിയത് അവരാണ്. അവരുടെ പ്രിസിഷൻ, അതുപോലെ ഗൈഡഡ് മ്യൂണിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് കൃത്യമായിട്ട് ആക്രമണം നടത്താൻ പറ്റുന്നത്. അപ്പം ഇതാണ് ഇന്ത്യ ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്നത്. ചോദിച്ചോളൂ, എന്തോ ചോദിക്കാൻ. അതായത് ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്, ഇന്ത്യ ഇപ്പം റഷ്യ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിലും ഇസ്രായേൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ അവർ ഉണ്ടാക്കിയ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് അവർ ചെയ്ത യുദ്ധം നമ്മൾ കണ്ടതാണ്. ഭയങ്കര കൃത്യമായിട്ട് അവരുടെ ടാർഗറ്റുകളിൽ എത്തുന്നു. അങ്ങനെ അപ്പം ഇന്ത്യൻ്റെ നേട്ടം ലോകം മൊത്തം കണ്ടതാണ്. അപ്പം ഇസ്രായേൽ ഇങ്ങനത്തെ ഒരു മാറ്റം, അതായത് യൂറോപ്യൻ കൺട്രീസ് വിട്ട് ഇന്ത്യയിലേക്ക് അവരുടെ മാനുഫാക്ചറിങ്, അതായത് ആംസിന്റെ മാനുഫാക്ചറിങ് മാറ്റുമ്പോൾ ഇന്ത്യക്ക് അതെങ്ങനെ നേട്ടമാവും?
ഇപ്പൊ തന്നെ ഈ പിന്നെ ഈ കഴിഞ്ഞ ഹമാസ് ആ, ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ നമ്മളൊക്കെ വായിച്ചു ഒരു കപ്പല് നിറയെ എക്സ്പ്ലോസീവുമായിട്ട് ഇസ്രായേലിലോട്ട് ഇന്ത്യ പോകും. ഒരു കപ്പലിൽ നമുക്കറിയാമല്ലോ എത്ര നൂറുകണക്കിന് ടൺ എക്സ്പ്ലോസീവ്സ് ആണ് അതിലുണ്ട്. അത് ഒരു തവണ നമ്മൾ തിരിച്ചറിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ തീരത്തോട്ട് അത് അടുക്കാൻ അവർ സ്പെയിനിലേക്ക് ആങ്കർ ചെയ്യാൻ ചെന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. പിന്നെ നേരിട്ട് അങ്ങ് ഇസ്രായേലിലോട്ട് പോകേണ്ട വന്നു. അപ്പോൾ അതിന് തന്നെ എത്ര കോടി രൂപയുടെ ഒരു വരുമാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇപ്പം വ്യക്തമായിട്ടും 3 കമ്പനികൾ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഒന്ന് അദാനി എൽബിറ്റ്, അത് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കി അവിടേക്ക് തിരിച്ച് കയറ്റുമതി ചെയ്തു. പിന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ്, അത് ഇന്ത്യൻ കമ്പനിയാണ്. അവർ കൃത്യമായിട്ട് ഈ സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി അത് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തേത് മ്യൂണിഷൻസ് ഇന്ത്യ, ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പൊ ഈ 3 കമ്പനികളുടെ പേര് പൊതുവിടത്തിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനിയും എത്രയോ നൂറുകണക്കിന് കമ്പനികൾ ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് പല കാര്യങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ടാവും. ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. അതുകൂടാതെ മേക്ക് ഇൻ ഇന്ത്യ പരിപാടി അനുസരിച്ചിട്ട് ഉള്ള ആയുധ നിർമ്മാണത്തിൽ ഇത് വലിയൊരു സഹായകരമാണ്. എന്തായാലും ശരി, ഇത് ഒരു വലിയ മുന്നേറ്റമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും. ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട്, ടെക്നോളജിക്കലായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രൊഡക്ഷൻ ലൈൻ വരികയാണ്. സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപപ്പെടുകയാണ്. ആയുധങ്ങളുടെ നിർമ്മാണത്തിന്റെ തുടക്കം തൊട്ട് അസംബ്ലിങ് വരെ ഇവിടെ തന്നെ നടക്കുകയാണ്. അതായത് ഭാവിയിൽ ഇന്ത്യക്ക് ഒരു പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായാൽ ആരെയും ആശ്രയിക്കേണ്ടത്. എനിക്കൊന്ന് സമയപരിമിതമാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കാം നമുക്ക്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അതായത് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത് അമേരിക്കയാണ് ഈ ആംസിന്റെ ഏറ്റവും വലിയൊരു ഡീലർ എന്നുള്ള രീതിയിൽ. അത് ഭാവിയിൽ മാറി ഇന്ത്യ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് പെട്ടെന്ന് അമേരിക്കയുടെ സ്ഥാനത്തോട്ടൊന്നും ഇന്ത്യക്ക് എന്നല്ല ലോകത്തിലെ ആർക്കും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ മേഖലയിൽ നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ 25,000 കോടി രൂപയ്ക്കുള്ള ആംസ് അമ്മ്യൂണിഷൻ ഇന്ത്യ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ചിലപ്പം ക്ലാസിഫൈഡ് ആയിട്ട് പുറത്ത് പറയാതിരിക്കുന്ന ചില ഡീലുകളും ഉണ്ടാവാം. ഇപ്പൊ ഇസ്രായേലുമായിട്ട് നടന്ന എല്ലാ ഡീലും ചിലപ്പം ഇന്ത്യ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ ലക്ഷ്യം 50,000 കോടിയിലേക്ക് അതൊരു 2-3 കൊല്ലത്തിനുള്ളിൽ 2030 ആകുന്നതിന് മുമ്പ് തന്നെ 50,000 കോടി രൂപയുടെ പിന്നെ മിലിറ്ററി ഹാർഡ്വെയർ, ആംസ്, അമ്മ്യൂണിഷൻസ് എല്ലാം ഉൾപ്പെടെ നമ്മൾ കയറ്റി അയക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ബ്രഹ്മോസ് മിസൈല് ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ ദിവസം BVR മിസൈലായിട്ടുള്ള അസ്ത്ര ആവശ്യപ്പെട്ടുകൊണ്ട് വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഇന്ത്യയോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്, ഒരു സംശയവുമില്ല. അമേരിക്ക റീപ്ലേസ് ചെയ്യുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ത്യ ഒരു വലിയ മുന്നേറ്റം നടത്തുന്നതാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.